ഹായ്, ഞാനും മറിയും കൂടി ഒളിച്ചോടാൻ വേണ്ടി പോവാട്ടോ. മറിയാ, ഹലോ, ഞാൻ ഇൻട്രോ കൊടുക്കായിരുന്നു. അല്ല, നീ റെഡി അല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, ബാക്കിൽ പെട്ടിയൊക്കെ ഇതാ. അതേപോലെ തന്നെ നേരം വെളുത്തിട്ടില്ല. നീ റെഡി അല്ലേ? ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഒളിച്ചോട്ട എപ്പിസോഡിലേക്ക് ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ. എന്റെ വീട്ടിലറിയില്ല, ഓളെ വീട്ടിലും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്താവും അറിയാം, ആദ്യം ഇവിടെ പോയി ഒന്ന് ചാടിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേവാ. അപ്പൊ ഇതാ നമ്മളെത്തി. നേരം പരപ്പരാന്ന് വെളുക്കുന്നു. വീട്ടിന് അങ്ങോട്ട് കേറ്റൂല, ഞാൻ ആ റോഡിന്റെ അവിടെ നിർത്തുള്ളൂ. തുറക്കണില്ലേക്ക് വരണ്ട. ഇത് വന്നിട്ട് ഇവിടെ എത്ര നേരായി? ഇന്നെ കാണിച്ചു കൊടുക്കണല്ല. ഈ എത്ര നേരം എന്താണ് ഇത്? രാവിലെ തന്നെ അതിന്റെ മൂഡ് കാണാനുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ പൊലച്ചൊക്കെ എണീറ്റ് കഷ്ടപ്പെട്ട് കുളിച്ച് ഓടി വന്നിട്ട് നോക്കി. ഞാൻ എന്തെങ്കിലും ഇത്ര നേരത്തെ എണീക്കിനെ കണ്ടിണ്ടാ? ഒലക്കേട്. ഞാൻ എണീറ്റ് ഇതാക്കി വന്നിട്ട് എണീറ്റിട്ട് എന്തേ ഇവിടെ എത്തിട്ട് വരാഞ്ഞ് എനിക്കിവിടെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.25 മണിക്കൂറോളം ഉണ്ട്. എന്നിട്ടും ഇവള്, അതും ഞാൻ അതിന്റെ ഇടയിലൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കണം 1 മണിക്കൂർ അല്ലേ? ശരി, പോവല്ലേ? ഒളിച്ചോട്ടത്തിനും വേണം ഒരു അന്തസ്, അറിയോ? എപ്പോഴും ഇവൻ തന്നെയാ ഞാൻ ലേറ്റ് ആവാറ്. ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ടുള്ളത്. ഞാൻ എന്നും വന്നിട്ട് ആ ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനിപ്പോ എങ്ങനെയുണ്ട്? ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിപ്പിച്ചപ്പോ ഒരു സ്വഭാവമൊക്കെ മാറി, കണ്ടോ? മുരടനായി. അല്ല, അങ്ങനല്ല പറഞ്ഞേ. നമുക്ക് എവിടെ എത്തണം? നമ്മളെവിടെ എത്തണം? നമുക്ക് എവിടെ എത്തണം? അതൊന്നല്ല, ഞാൻ ഫ്ലൈ ഓവറിന്റെ അടിയില് ഞാനിങ്ങനെ കാലും കഴിച്ച് നിക്കല്. അതിന് പ്രശ്നം ഞാൻ അതിനിക്ക് എന്താ പറയാ, അതിന് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് ഇവളോ ഞാൻ പറയും കറക്റ്റ് ടൈം ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പറയാന് ഇന്ന സ്ഥലത്തുനിന്ന് പറയാന് ഞാനൊക്കെ പറയലുണ്ട്. മുണ്ടിക്കലിനായപ്പോ ഞാൻ അതിനെ വിളിക്കില്ല, എടാ ഇറങ്ങിക്കോ പന്തിരിക്കോ എന്ന് വിളിച്ചാലും പന്തിരിക്കോ. നീ അവിടെ കൂടുതലാണോ? അപ്പൊ നമ്മളിപ്പോ ചങ്ങരക്കളൊക്കെ കഴിഞ്ഞു നല്ല വിശക്കുന്നുണ്ട്. ഇതിൽ കേറിയപ്പോ മുതൽ ഞാൻ പറയണ മേടിച്ചോ അത് ഇപ്പൊ ചങ്ങരക്കുളം വരെ ചെയ്ത് ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി? നല്ല ഒരു വയസ്സായ ചേട്ടന് കണ്ണാടി ഇട്ട ഒരു ഹോട്ടലിന് എഴുതിയിട്ട്, പഴയ ഹോട്ടലിന് എഴുതിയിട്ടില്ല, കുറച്ച് കരി പിടിച്ചിട്ടില്ല അങ്ങനത്തെ ആ ഷോപ്പിന്റെ അടുത്തെത്തുമ്പോ തന്നെ നമുക്ക് ബീഫിന്റെ മണടിക്കണം. ഇത് ചൂട് ബീഫിന്റെ മണടിക്കണം. നല്ല ഹോട്ടൽസും എത്ര നല്ല കടികൾ മിസ്സാക്കി. എനിക്ക് വിശന്നിട്ട് വയ്യ സത്യമായിട്ടും. എനിക്ക് അതിന് പറ്റൂല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, ഞാൻ കുറച്ചുകൂടി അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാവോ നോക്കി ഉച്ചായി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാലോ. നമ്മളൊരു ഒത്തന്റിക് ഷോപ്പ് തപ്പി നടന്നിട്ട് നമ്മള് വന്നത് കുറച്ച് വലിപ്പമുള്ള ഷോപ്പാണ്. നമ്മൾ ഓടിച്ചോടിച്ച് തൃശ്ശൂർ എത്തിട്ടോ. സത്യം പറഞ്ഞ ഇവിടെ ഞാൻ പിക്ക് ചെയ്യാൻ പോകുമ്പോ വിചാരിച്ചിട്ടുണ്ട് അത് ഇറങ്ങിയ പാട് ഫുഡ് കഴിക്കുന്നത്. 7:30 കഴിക്കാൻ നോക്കിട്ട് 10 മണി. അതെ, ഞാൻ 5:30 തുടങ്ങിയ ഓട്ടം. ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പ്. എന്താ നമ്മള് പറഞ്ഞിട്ടുള്ളത്? നെക്ക് റോസ്റ്റും പൂരിയും. യെസ്, ബീഫ് എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മള് വന്നിട്ട് അങ്ങോട്ട് പെട്ടു. എന്താ മട്ടൺ റോസ്റ്റ് ആക്കാ? മട്ടൺ റോസ്റ്റ് ആക്കിയാലോ? എന്നാ മട്ടൺ റോസ്റ്റ് ആക്കാം. അപ്പ അങ്ങനെ നമ്മുടെ മട്ടൻ വന്നു അല്ലേ? എങ്ങനെയുണ്ട് നോക്കിയാലോ? വെച്ചോക്കിയ. ഞാനിതാ ഒരു ചെറിയൊരു പീസ് എടുത്ത് എനിക്ക് അത്ര ടേസ്റ്റ് ആയി തോന്നിയില്ല. ഒന്ന് തിന്നോക്കിയാ, ജസ്റ്റ് ഒന്ന് നോക്ക്. മട്ടൻ പീസ് എടുക്കുക. ഒന്നുകൂടി ഞാൻ ഒന്ന് മുക്കി കഴിച്ചോട്ടെ. വെച്ചിട്ടത് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കൂ. ഇടയിൽ CNG അടിക്കാൻ നിർത്തിട്ടോ. വരുന്ന വഴിക്ക് ഒരു പ്രാവശ്യം അടിച്ചില്ല നമ്മള്.
ഒരു ഫുൾ ടാങ്ക് അടിച്ച് ഇപ്പോഴും തീർന്നിട്ടില്ല, പക്ഷെ എന്നാലും അടിച്ചിരിക്കുക അല്ലെ. ഒരു 160-170 കിലോമീറ്റർ ഓടി. ആ ചേട്ടാ എത്രയായി? 523 കിട്ടി ഒരു ഫുൾ ടാങ്കിൽ. നമ്മളിപ്പോ ട്രിപ്പ് അടിച്ച് വെച്ചായിരുന്നു. ഇനിയിപ്പോ ആ ട്രിപ്പിൽ അങ്ങനെ നിന്നോട്ടെ, നമുക്ക് ബാക്കിയുള്ള മനസ്സിലാവുമല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു 2 അടി കൊണ്ട് നമ്മൾ എത്തുമോ? ഇനിയിപ്പോ 100 എത്ര കിലോമീറ്റർ അറിയുള്ളത്? 175 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു അടി കൂടി ഇടയിൽ അടിക്കേണ്ടി വരും അല്ലേ? അപ്പൊ മൂന്നാർ എത്താൻ എനിക്ക് തോന്നുന്നു എന്റെ നാട്ടിൽ നിന്ന് ഒരു 3 പ്രാവശ്യം നമുക്ക് ഫുൾ ചെയ്യണം. 3 ഫുൾ ഉണ്ട്, 2.5 ഫുള്ള്. 2.5 ഫുള്ള് മതിയാവും. എത്ര ഉണ്ട് നമ്മൾ എക്സാക്ട് പറഞ്ഞുതരാം അല്ലേ? അവിടെ എത്തുമ്പോ കറക്റ്റ് മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. മൂന്നാറ് നമ്മുടെ പറക്കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി റെസ്റ്റ് എടുക്കണം നമുക്ക്. നമ്മള് രാവിലെ ഉറക്കോ എണീറ്റ് നേരെ എത്തിയതാണ്, അല്ല നേരെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പതാ മൂന്നാറ് എത്തി. അങ്ങനെ നമ്മളിതാ പറക്കാട്ടിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി ആദ്യം ചെക്കിൻ ഒക്കെ ചെയ്യണം, എന്നിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ അല്ലേ. ഞങ്ങളെ റൂം റെഡി ആവാനായപ്പോൾ ഞങ്ങൾ ഇതാ ചെറുതായിട്ടൊന്ന് റെസ്റ്റോറന്റിൽ വന്നില്ലേ, ഫ്രൂട്ട് സാലഡ് കഴിക്കണം. നോക്കിയ വ്യൂ റെസ്റ്റോറന്റിൽ നിന്നുള്ള അല്ലേ. നമുക്കിങ്ങനെ താഴത്തേക്ക് പോകണം. ഇവിടെ ഇങ്ങനെ ജീപ്പ് എടുത്ത് താഴത്തേക്ക് പോകണം. കേവിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കേ. ഇവൾക്ക് പപ്പായ ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഞാൻ എന്റെതൊക്കെ ഫിനിഷ് ചെയ്ത്. ഇത് വേണ്ട, പോവല്ലേ നമുക്ക്. നീക്കി പോവാ. കഴിക്ക്, ഫുള്ള് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഫുള്ള് കഴിക്കുക. നിനക്ക് സ്ഥിരം പരിപാടിയാ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് കമോൺ. എന്തിനാ പപ്പായ മാത്രം ആക്കണേ? നിനക്ക് വേണ്ടാത്ത സാധനം മാത്രം ഞാനല്ലേ തരുമ്പോ ഫുള്ള് തരണം. അതാണ് എനിക്കിഷ്ടം, മനസ്സിലായോ? എന്റേത് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. നമ്മളെ റൂമൊക്കെ റെഡി ആയി. റെഡിയല്ലേ? നടക്ക്. ഒരു ഉറക്ക ക്ഷീണം ഉണ്ടല്ലോ അല്ലേ? അതെ. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇതാ റിസപ്ഷന്റെ അവിടുന്ന് ഇനി താഴത്തേക്ക് പോകണം. താഴത്താണ് അല്ലേ നമ്മുടെ കേവ് ഇരിക്കുന്നത്. അവിടത്തേക്ക് ഇതാ വണ്ടി, ജീപ്പോ കാറോ എന്താ വെച്ചാ ഓര് തരുന്ന സാധനത്തിൽ നമ്മൾ കയറി പോകും അല്ലേ. പോവാ. എവിടെ വണ്ടി? എടാ വണ്ടി പോരോ? ഏത് കാറിലാ? ജീപ്പില്. അപ്പൊ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. രണ്ടാളും കൂടി ഫ്രണ്ടിലാ. സെറ്റ്. ഓടിക്കാനൊക്കെ അറിയാലേ. ഇതൊക്കെ ഇതൊരു പ്രോപ്പർട്ടി കൂടെ അല്ലേ പോണത്. എങ്ങനെ? ഒരു കുഴപ്പമില്ല. അയ്യോ, എനിക്ക് പേടില്ല. ഇവൾക്ക് പേടിയാണ്. എനിക്ക് പേടില്ല. നോക്കിയ നിങ്ങള് ഇതൊരു എക്സ്പീരിയൻസ് ആട്ടോ. പ്രോപ്പർട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞാന് ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ പ്രോപ്പർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത്രയും ബാക്കിൽ പോയിട്ടില്ല. ആണല്ലേ? ചെന്ന് വരുന്ന ഗിരീഷേട്ടല്ല. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്, മനസ്സിലായിപ്പോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലേ. നിങ്ങൾ പൊളിയാട്ടോ. ഞാൻ സൗദിയിലായിരുന്നു 16 വർഷം. ആണല്ലേ? സൗദിയിൽ ഓഫ് റോഡിങ് ഇരുന്നോ? അല്ലേ? അതെ, പയ്യ വരും. അതെ. പക്ഷെ നമുക്ക് അതെ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അതെ. ഓക്കെ, എവിടെയാണ്? ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രാവിലെ ഇവിടെ നമ്മള് ട്രക്കിങ്ങിന് ആൾക്കാർ വരുന്ന കാരണം നിങ്ങൾക്ക് തിരക്കായിരിക്കും. രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെയിൻ ഷവർ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് റെയിൻ ഷവറിൽ കിട്ടൂലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് സെറ്റ് നിങ്ങൾക്ക് റെയിൻ ഷവർ ആക്കിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റ്. എന്റെ വാപ്പി അവിടെ തന്നെയായിരുന്നു, സൗദിയിലായിരുന്നു. രാത്രി എനി ടൈം നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മൾ വരും ബ്രേക്ക്ഫാസ്റ്റിന്. ക്യാമ്പ് ഫയറിന് ഒക്കെ വരും. ക്യാമ്പ് ഫയർ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഡിന്നറൊക്കെ ആകുമ്പോ അല്ലേ വിളിച്ചാൽ റിസപ്ഷനിലോട്ട് അപ്പോൾ നമ്മൾ വരും അല്ലേ?
ഓക്കെ, അപ്പൊ നമ്മള് കേവിലേക്ക് പോവാണ്. യെസ്, സിംഗിയ ഈ മുമ്പ് നിന്നിട്ടുണ്ടോ കേവില്? ഒരു കാട്ടിക്കൂടെ പോകുന്ന ഫീൽ അല്ലേ? ഇത് കാട്ടിക്കൂടെ പോവാനാ? എത്തി 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 മെത്തി സ്ഥലമെത്തി. ബ്രോ പിടിക്കണ ക്യാമറയും ഇതും കൂടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ചാൻ കേട്ടോ. അപ്പൊ നമ്മുടെ റൂമിലേക്ക് കേറാണ്. വലത് കാലില് വെച്ച് കേറി. ഇനി ചെരുപ്പ് ഇവിടെ അയച്ചിട്ടേക്ക്. വാ, അപ്പൊ ഇതാണ് നമ്മുടെ റൂം. വാവ്, വല്ലാത്തൊരു കാട് ആംബിയൻസ് ആട്ടോ. അതൊക്കെ നമുക്ക് അല്ലേ, നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം, കറക്റ്റ് കാണിച്ചു തരാം. ഇനി കുറച്ചേരം ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, കാരണം വന്നിട്ട് കുറച്ചേരം അവിടെ നിന്ന് ഡെസേർട്ട് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മള് അല്ലെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുള്ളൂ അല്ലേ ബ്രോ? ഹായ്, ഇവിടെ എന്താണ്? സിറ്റ് ഔട്ട്, അത് ടോയ്ലറ്റ് അല്ലേ? ടോയ്ലറ്റ് മോളെ ഓടി നടന്ന് കുളിക്കാൻ തോന്നുന്നുണ്ട് നമുക്ക്. ഇനി കുറച്ച് സ്ഥലത്താണ് ഈ കുളിച്ചതെന്ന് പറയരുത് കേട്ടോ, ഓടി നടന്ന് കുളിക്കണേ. ഓക്കെ അല്ലേ? കുളി പിന്നെ അവൾക്ക് പറഞ്ഞിട്ടില്ല, ഇനി ഞാനാണ് കുളിക്കല് അല്ലേ? അപ്പൊ എനിക്ക് അത് ഓക്കെയാണ്. അവള് കുളിക്കാത്തതിനോട് പിന്നെ അവൾക്ക് ബാത്റൂം യൂസ് ചെയ്യണം എന്നില്ല വരില്ല. അതെ, ഓക്കെ. നമുക്കിതാ പുറത്തേക്ക് കാണാൻ പറ്റും, പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം കാണിച്ചത്. അപ്പൊ നമ്മൾ അങ്ങനെ നന്നായിട്ട് റെസ്റ്റ് എടുത്തല്ലേ, പിന്നെ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി, മുകളിൽ പോയി ഇപ്പൊ തിരിച്ചു വന്ന്. അതെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കി നമ്മുടെ വിളിച്ചോട്ടത്തിന്റെ ബാക്കിയിലെ നമ്മുടെ ഹണിമൂൺ ട്രിപ്പാണ് നമ്മളിവിടെ ഈ ഒരു കേവിന്റെ ഉള്ളിലാണ് ആഘോഷിക്കുന്നത്. ഇനി നാളത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ല, നാളെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പോകുന്നുണ്ട്. ഇവിടുന്ന് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തുക്കളുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം, അത് എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താൻ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാന്നല്ലേ നമ്മളെ വിളിച്ചോട്ടോ. നമ്മുടെ വീട്ടുകാരൊക്കെ വിളിച്ചോണ്ടിരിക്കാട്ടോ, ആരും പറയാതെ പോകുന്നതാണ്. ഇനി ഈ വീഡിയോ പോരുമ്പോഴേ കാണാ. അതെ, ഓരോരുത്തരോട് വിളിക്കുമ്പോ ഇവളമ്മനോട് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്, എന്റെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.